മുഹമ്മദ് ബിൻ അഹ്മദുൽ ബൽഖി എന്ന് പറയുന്ന ഒരു മുഅദ്ദിനുണ്ട്. മുഹമ്മദ് ബിൻ അഹ്മദുൽ ബൽഖി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നു അബി ശുറൈഹ് തങ്ങളുടെ കൂടെ ഒരു വഴിയിലൂടെ യാത്ര പോവുകയാണ്. ആ സമയം ഒരു അറാബി അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരു കാട്ടറബി, ഒരു ബെഡുവിൻ, അദ്ദേഹം ഇറങ്ങി വന്നു. അപ്പോൾ അറാബികൾക്ക് കാര്യമായ വിവരമൊന്നും ഉണ്ടാവില്ല. അറിവ് കുറഞ്ഞവരാണ്, സംസ്കാരം കുറഞ്ഞവരാണ്, കാര്യമായി പെരുമാറാൻ പോലും അറിയാത്തവരാണ്. അങ്ങനെ മഹാനായ ഇബ്നു അബി ശുറൈഹ് തങ്ങളോട് വന്ന് അറാബി ചോദിക്കുകയാണ്, ഇന്നംറഅതി വലദത് ലിസിത്തി ശുഹൂർ, എൻ്റെ ഭാര്യ 6 മാസമായപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു കുട്ടിയെ പ്രസവിച്ചു. പൂർണ്ണ ഗർഭിണിയായ കുട്ടിയെ പ്രസവിക്കണമെങ്കിൽ അറബ് മാസപ്രകാരം 10 മാസം വേണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസമാണ് 9 മാസം. ഇതെങ്ങനെ സംഭവിച്ചു? അതെൻ്റെ കുട്ടി തന്നെയാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത് ഇബ്നു അബി ശുറൈഹ് തങ്ങളോട്. അതിന് സാക്ഷിയാണ് മുഹമ്മദ് ബിൻ അഹ്മദുൽ ബൽഖി എന്ന് ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക സലഫ് സ്വാലിഹീങ്ങളിലെ പ്രശസ്തനായ മുഅദ്ദിനാണ് ഇമാം അഹ്മദുൽ ബൽഖി. അപ്പം അദ്ദേഹം ഇതിന് സാക്ഷിയാണ്. ചോദിച്ച ചോദ്യം, എൻ്റെ ഭാര്യ പ്രസവിച്ചു, 6 മാസം ഗർഭിണിയായ ഉടനെ പൂർണ്ണമായൊരു കുട്ടിയെ, പ്രീമെച്യൂർ ബർത്തല്ല, പരിപൂർണമായൊരു ബർത്താണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് തൻ്റെ കുട്ടിയാണോ അല്ലയോ? അന്ന് DNA ടെസ്റ്റുകളല്ല നടത്തുക, ഹബീബായ നബിയുടെ ഹദീസാണെന്ന് സ്വീകരിക്കുക. മഹാനായ ഇബ്നു അബി ശുറൈഹ് എന്നവർ പറഞ്ഞു, ഹുവ വലദുക്, ഇത് നിങ്ങളുടെ മകനാണ്. ഇതൊരു മസ്അലയാണ്, നമ്മുടെ സമൂഹത്തിലൊക്കെ അറിയേണ്ട ഒരു കാര്യമാണിത്. വ്യഭിചാരം അല്ലാഹു നിഷിദ്ധമാക്കിയ കുറ്റമാണ്. അങ്ങനത്തെ ഒരു വ്യഭിചാര കുറ്റങ്ങളിൽ ചെന്ന് പെടുകയും വിവാഹിതയായൊരു പെണ്ണിന് അവിഹിതമായ ഗർഭത്തിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്താൽ ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണ് എന്ന വിഷയം വരും. ഭർത്താവ് പറയും, ഞാൻ നാട്ടിലില്ലല്ലോ. ഭർത്താവിന് പറയാം, ഞാൻ അവളുമായി ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെട്ടിട്ടില്ല ഈ കാലത്ത്, പിന്നെ എങ്ങനെ ഗർഭമുണ്ടായി? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ് അതിന് നിദാനം. എന്തേ അതിന് കാരണം? ഹുവ വലദുക. ഇബ്നു അബി ശുറൈഹ് എന്ന മഹാൻ മറുപടി കൊടുത്തു, അത് നിങ്ങളുടെ മകൻ തന്നെയാണ്. എന്തേ കാരണം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ വലദു ലിൽ ഫിറാഷ് വലിൽ ആഹിർ അൽ ഹജർ. അൽ വലദു ലിൽ ഫിറാഷി വലിൽ ആഹിരി അൽ ഹജർ. ആരുടെ ഭാര്യയാണോ ആ ഭാര്യ പ്രസവിച്ചത്, ആ ഭാര്യയുടെ ഭർത്താവിൻ്റെ കുട്ടിയാണ്. വിവാഹബന്ധം വേർപെടുത്താത്ത കാലത്തോളം ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ആ ഭാര്യയ്ക്ക് ഒരു ഗർഭമുണ്ടായാൽ അത് വ്യഭിചാരത്തിലാണെങ്കിൽ പോലും ഈ ഭർത്താവിൻ്റെ പേരിലാണ് ആ കുട്ടി അറിയപ്പെടുക. എന്തുകൊണ്ട്? അൽ വലദുലിൽ ഫിറാഷ്. ആർക്കാണോ ആ കിടത്തം അനുവദിക്കപ്പെട്ടത്, ആർക്കാണോ ഈ പെണ്ണിൻ്റെ കൂടെ കിടക്കാൻ അള്ളാഹു അനുമതി കൊടുത്തത് അവിടെ ഭർത്താവിന്, ആ ഭർത്താവിലേക്ക് നിസ്ബ ചെയ്യപ്പെടും, ഭർത്താവിലേക്ക് ചേർത്തപ്പെടും കുട്ടിയെ. പക്ഷേ വലിൽ ആഹിരി അൽ ഹജർ, വിവാഹിതനായ മനുഷ്യനാണ് ആ വ്യഭിചാരം ചെയ്തതെങ്കിൽ ആ വ്യഭിചാരത്തിൻ്റെ ഉത്തരവാദി കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആരാണോ ആ മനുഷ്യൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്യും. അയാൾക്ക് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയുണ്ടാകും. പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ DNA ടെസ്റ്റ് കൊണ്ടല്ല തീരുമാനിക്കുക. ആരുടെ ഉത്തരവാദിത്വത്തിലാണോ ഈ പെണ്ണുള്ളത് അവളുടെ ഭർത്താവിലേക്കാണ് ചേർത്തപ്പെടുക. അതാണ് ശറഇന്റെ കാഴ്ചപ്പാട്. ഭർത്താവിൻ്റെ പേരിലേക്കായിരിക്കും കുട്ടിയെ ചേർത്തപ്പെടുക. ഒരുപക്ഷെ ഭർത്താവിൻ്റെ ഒരു ലുക്ക് പോലും ഇല്ലാത്തതായിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ നിങ്ങളുടെ ഭാര്യയല്ലേ, അവൾ ചെയ്തത് തെറ്റു തന്നെയാണ്. പക്ഷേ ആ കുട്ടിക്കൊരു പിതൃത്വം വേണം, അത് നിങ്ങളായിരിക്കും. വ്യഭിചരിച്ച ആളുകൾക്ക് അതിൻ്റെ ശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അല്ല അതെൻ്റെ കുട്ടി തന്നെയാണോ? 6 മാസമായപ്പോഴേക്കും പ്രസവിച്ചല്ലോ. മഹാൻ പറഞ്ഞു, ഹുവ വലദുക്. ഇബ്നു അബി ശുറൈഹിന്റെ മറുപടി, നിങ്ങളുടെ മകൻ തന്നെയാണ്. ആ അറാബി പറഞ്ഞു, ലാ അഖൂലു ബിഹാദാ, എനിക്കിത് സമ്മതിക്കാൻ കഴിയില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബി ശുറൈഹ് ചെയ്തത്, ഹാദൽ ഗസ്വു, ഇത് അല്ലാഹുവിൻ്റെ റസൂലിനെതിരെ ചെയ്യുന്ന യുദ്ധമാണല്ലോ. സല്ല സൈഫഹു, മഹാന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം എടുക്കുകയും ഫഅക്ബബ്നാ അലൈഹി,
ആ സമയത്ത് കൂടെയുള്ള ആളുകൾ മുഴുവനും അല്ലാമ ഇബ്നു അബീ ശുറൈഹിനെ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മാപ്പ് കൊടുക്കണേ, മാപ്പ് കൊടുക്കണേ, അയാളെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. എന്തുകൊണ്ട് ശുഭതനായി എന്നറിയുമോ? ഇതാണ് ഇതിൻ്റെ മസ്അല. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാവതല്ല. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു വിഷയം വിധിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും പറയുക സാധ്യമല്ല. കാരണം ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഹാദർ റസൂൽ, ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ്, റബ്ബിൻ്റെ ദൂതനാണ്. സർവേശ്വരനായ ഖാലിഖായ അല്ലാഹു മനുഷ്യരോട് എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് അല്ലാഹു ഈ ഉമ്മത്തിന് പറഞ്ഞു തന്നത് ഹബീബിലൂടെയാണ്. ലാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. അല്ലാഹു നൽകുന്ന വഹയല്ലാതെ അല്ലാഹുവിൻ്റെ റസൂൽ സംസാരിക്കില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു തീരുമാനമോ മസ്അലയോ ഫത്വയോ ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ദലീല് വെച്ചുകൊണ്ട് ഒരു ഫഖീഹായ മനുഷ്യൻ അതിന് മറുപടി പറഞ്ഞാൽ എനിക്കിത് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാൽ ഹാദൽ ഗസ്വു, ഇതൊരു യുദ്ധം നടക്കേണ്ട വിഷയമാണെന്ന് അല്ലാമ ഇബ്നു അബീ ശുറൈഹ് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. അത്രമേൽ ഹബീബിനെ ഉൾക്കൊള്ളുന്നവരാണ് ആലിമീങ്ങൾ. ഹദീസിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് നിസ്സാരമല്ല.